നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരു വലിയ ലിസ്റ്റ് തന്നെയുണ്ട്. നാളെ മുതൽ ജിമ്മിൽ പോകണം, ആ പുതിയ കോഴ്സ് പഠിച്ചു തുടങ്ങണം, അല്ലെങ്കിൽ ആ ബിസിനസ് ഐഡിയ വർക്കൗട്ട് ചെയ്യണം. പ്ലാനുകൾക്ക് ഒരു കുറവുമില്ല. പക്ഷെ പ്രായോഗികമായി വരുമ്പോൾ നമ്മളെ തളച്ചിടുന്നത് ഒരേയൊരു കാര്യമാണ്: മടി. ഇന്ന് ചെയ്യേണ്ട കാര്യം നാളത്തേക്ക് മാറ്റിവെക്കുമ്പോൾ നിങ്ങൾ സത്യത്തിൽ നിങ്ങളുടെ വിജയത്തെയാണ് ദൂരേക്ക് എറിഞ്ഞുകളയുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ മടിയന്മാരാകുന്നത്? ലക്ഷ്യമില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് നമ്മുടെ തലച്ചോറിന് തൽക്ഷണമായ സന്തോഷം, ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ നൽകുന്ന കാര്യങ്ങളോടാണ് താല്പര്യം. ഒരു പുസ്തകം വായിക്കുന്നതിനേക്കാൾ എളുപ്പം ഇൻസ്റ്റാഗ്രാം റീൽസ് നോക്കുന്നതാണ്. പക്ഷെ ഓർക്കുക, ദ പെയിൻ ഓഫ് ഡിസിപ്ലിൻ ഈസ് ബെറ്റർ ദൻ ദ പെയിൻ ഓഫ് റിഗ്രറ്റ്. അച്ചടക്കത്തിന്റെ കഷ്ടപ്പാട് സങ്കടത്തിന്റെ ഭാരത്തേക്കാൾ എത്രയോ ഭേദമാണ്. മടിയെന്നത് വെറുമൊരു സ്വഭാവദൂഷ്യമല്ല, മറിച്ച് നമ്മുടെ തലച്ചോറിനുള്ളിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രാസയുദ്ധമാണ്. പലപ്പോഴും വലിയ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും മനസ്സിലുണ്ടായിട്ടും അവ പ്രായോഗികമാക്കാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മളെ തളച്ചിടുന്നത് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ അഥവാ തൽക്ഷണമായ സന്തോഷം നൽകുന്ന കാര്യങ്ങളോടുള്ള നമ്മുടെ അമിതമായ ആസക്തിയാണ്. ശാസ്ത്രീയമായി പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിലെ ലിംബിക് സിസ്റ്റം എപ്പോഴും സുഖകരവും എളുപ്പവുമായ കാര്യങ്ങൾ തേടുമ്പോൾ യുക്തിപരമായി ചിന്തിക്കുന്ന പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് ആണ് നമ്മുടെ ഭാവിയെക്കുറിച്ചും ലക്ഷ്യങ്ങളെക്കുറിച്ചും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഒരു പുസ്തകം വായിക്കുന്നതിനോ പുതിയൊരു നൈപുണ്യം പഠിക്കുന്നതിനോ ഉള്ളതിനേക്കാൾ വേഗത്തിൽ ഇൻസ്റ്റാഗ്രാം റീൽസിലൂടെയോ സോഷ്യൽ മീഡിയയിലൂടെയോ നമ്മുടെ തലച്ചോറിന് ഡോപ്പമിൻ എന്ന സന്തോഷദായകമായ രാസവസ്തു ലഭിക്കുന്നു. ഈ ചീപ്പ് ഡോപ്പമിൻ കെണിയിൽ വീഴുമ്പോൾ സ്വാഭാവികമായും ദീർഘകാലാടിസ്ഥാനത്തിൽ ഗുണം ചെയ്യുന്ന കഠിനമായ ജോലികൾ നമുക്ക് വിരസമായി തോന്നും. എന്നാൽ നാം തിരിച്ചറിയേണ്ട കഠിനമായ സത്യം, അച്ചടക്കത്തിന്റെ കഷ്ടപ്പാട് അനുഭവിക്കാൻ തയ്യാറല്ലാത്തവർക്ക് പിന്നീട് പശ്ചാത്താപത്തിന്റെ ഭാരം പേറേണ്ടി വരും എന്നതാണ്. ദ പെയിൻ ഓഫ് ഡിസിപ്ലിൻ ഇസ് ബെറ്റർ ദാൻ ദ പെയിൻ ഓഫ് റിഗ്രറ്റ് എന്ന തത്വം ഇവിടെയാണ് പ്രസക്തമാകുന്നത്. അച്ചടക്കത്തോടെ ഒരു കാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന താൽക്കാലികമായ ബുദ്ധിമുട്ട് നമ്മുടെ വളർച്ചയുടെ ഭാഗമാണ്. എന്നാൽ മാറ്റിവെക്കൽ ശീലമാക്കി അവസരങ്ങൾ നഷ്ടപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന സങ്കടം ജീവിതകാലം മുഴുവൻ വേട്ടയാടുന്ന ഒന്നായിരിക്കും. മടിയുടെ മറ്റൊരു വശം നമ്മൾ കാര്യങ്ങളെ നാളത്തേക്ക് മാറ്റിവെക്കുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സിൽ ഉടലെടുക്കുന്ന ഫോൾസ് സെക്യൂരിറ്റി അഥവാ വ്യാജമായ സുരക്ഷിതത്വബോധമാണ്. നാളെ എന്നത് ഒരിക്കലും വരാത്ത ഒരു ദിവസമാണെന്നും ഇന്നത്തെ നമ്മളെക്കാൾ കഴിവുള്ള മറ്റാരോ ആണ് നാളത്തെ നമ്മളെന്നും നാം അറിയാതെ വിശ്വസിച്ചു പോകുന്നു. സത്യത്തിൽ വിജയിച്ചവരും പരാജയപ്പെട്ടവരും തമ്മിലുള്ള പ്രധാന വ്യത്യാസം കഴിവിന്റേതല്ല, മറിച്ച് ചെയ്യാൻ തോന്നാത്തപ്പോഴും എഴുന്നേറ്റ് പ്രവർത്തിക്കാനുള്ള അവരുടെ മനക്കരുത്തിന്റേതാണ്. മടി എന്ന തടവറയിൽ നിന്ന് പുറത്തു കടക്കാൻ വലിയ മാറ്റങ്ങളെക്കാൾ ചെറിയ ചുവടുവെപ്പുകളാണ് ആവശ്യം. ഏതൊരു വലിയ കാര്യവും വെറും 2 മിനിറ്റ് മാത്രം ചെയ്യുമെന്ന് സ്വയം ഉറപ്പിച്ചു തുടങ്ങുകയോ അല്ലെങ്കിൽ 5-ൽ നിന്ന് പിന്നോട്ടെണ്ണി 5, 4, 3, 2, 1 ആ നിമിഷം തന്നെ എഴുന്നേറ്റ് പ്രവർത്തിക്കുകയോ ചെയ്യുന്നത് തലച്ചോറിന് ചിന്തിച്ചു മടിപിടിക്കാൻ സമയം നൽകാതിരിക്കാൻ സഹായിക്കും. കംഫർട്ട് സോൺ എന്നത് മനോഹരമായ ഒരിടമാണെങ്കിലും അവിടെ ഒന്നും വളരില്ല എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്നത്തെ ചെറിയ ബുദ്ധിമുട്ടുകളെ നാളത്തെ വലിയ വിജയങ്ങൾക്കായി സ്വീകരിക്കാൻ നാം തയ്യാറാകണം. ഓരോ നിമിഷവും നിങ്ങൾ ഒന്നുകിൽ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നു, അല്ലെങ്കിൽ മടി കാരണം അതിൽ നിന്ന് അകലുന്നു എന്ന ബോധ്യം ഉണ്ടാകുമ്പോൾ മാത്രമേ താൽക്കാലിക സുഖങ്ങളെ ഉപേക്ഷിക്കാനും ജീവിതത്തെ ഗൗരവമായി കാണാനും നമുക്ക് സാധിക്കുകയുള്ളൂ. മടിയെ തോൽപ്പിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ആണെങ്കിൽ കമന്റ് ബോക്സിൽ "ഐ വിൽ സ്റ്റാർട്ട് ടുഡേ" എന്ന് രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ മടിയന്മാരായ കൂട്ടുകാർക്കും ഇതൊന്ന് അയച്ചു കൊടുക്കുക. Stay motivated, stay productive,